ഹായ് വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിൻ്റെ മറ്റൊരു ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് NCERT കെമിസ്ട്രി യൂണിറ്റ് 4 കെമിക്കൽ കൈനറ്റിക്സ്. അല്പം കൂടുതൽ പ്രോബ്ലംസും മാത്തമാറ്റിക്കൽ ആസ്പെക്റ്റുകളും ഒക്കെയുള്ള ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് പ്രോബ്ലം ചെയ്യാനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ. സോ ചാപ്റ്റർ ഈസ് കെമിക്കൽ കൈനറ്റിക്സ്. ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ ചാപ്റ്റർ 4ഉം ന്യൂ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ചാപ്റ്റർ 3 ആയിട്ട് വരും. സോ കെമിക്കൽ കൈനറ്റിക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റേറ്റ് ഓഫ് സംതിങ് ഓർ സ്പീഡ് ഓഫ് സംതിങ്. ഇപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് മീൻസ് the speed of a chemical reaction or the fastness of a chemical reaction is explained by using the chapter called chemical kinetics. ഇതെന്താ സംഭവം? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കിപ്പോൾ ഒരു ആള് എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് ബി എന്ന് പറയുന്ന പ്ലേസിലേക്ക് പോവുകയാണ്. ഇവ തമ്മിലുള്ള ദൂരം 40 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. അതിന് 2 hour ടൈം എടുത്തു ട്രാവൽ ചെയ്യാനെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ സ്പീഡ് ഓഫ് ദ കാർ ഓർ ദ സ്പീഡ് ഓഫ് ദ ജേർണി വിൽ ബി ഈക്വൽ ടു 40 divided by 2, that is equal to 20 kilometer per hour. That means ഒരു മണിക്കൂറിൽ ആള് 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. ഇപ്പൊ ഇത് പറയുന്നത് ഒരു ഫിസിക്കൽ പെർസ്പെക്റ്റീവ്, ഫിസിക്കൽ വേൾഡിൽ നടക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇൻ ദ സെയിം വേ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എടുത്താൽ ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം റിയാക്ടന്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ റിയാക്ടന്റുകൾ റിയാക്ട് ചെയ്ത് നമുക്ക് എന്തുണ്ടാവുന്നു? പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റ് ആണെന്ന് പറയാൻ എപ്പോൾ പറ്റും? ഒരു റിയാക്ഷനകത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ റിയാക്ഷൻ ഈസ് ടു ഫാസ്റ്റ്. പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന വളരെ സ്ലോ ആയിട്ടാണ് നമുക്ക് എന്ത് പറയാം? കെമിക്കൽ റിയാക്ഷൻ ഈസ് വെരി സ്ലോ. അപ്പം കെമിക്കൽ റിയാക്ഷന്റെ ഫാസ്റ്റ്നെസ്സിനെ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉപയോഗിക്കുന്നത്. നമ്മളൊരു ഫിസിക്കൽ വേൾഡിൽ കാർ റൺ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്ന ടേം പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ കെമിക്കൽ വേൾഡിൽ കെമിക്കൽ കൈനറ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് റേറ്റ്. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. സോ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ അസ്യൂം ചെയ്യുവാണെങ്കിൽ റിയാക്ടന്റുകൾ റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. അതായത് എന്ത് സംഭവിക്കുന്നു? റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് റിയാക്ടന്റിന്റെ അളവ് കുറയുന്നു, പ്രൊഡക്റ്റിന്റെ അളവ് കൂടുന്നു. ദാറ്റ് മീൻസ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു അല്ലെങ്കിൽ എത്രത്തോളം പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കറക്റ്റ്, ഫൈൻ. സോ നമ്മളിപ്പോൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എടുക്കുകയാണെങ്കിൽ ഇനിഷ്യൽ ടൈമിംഗ് T1 എന്ന് പറയുന്ന ടൈമിംഗ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ R1 ആണെന്ന് വിചാരിക്കാം. T2 എന്ന് പറയുന്ന ടൈമിംഗിൽ റിയാക്ഷൻ നടന്ന് R2 എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ആയിട്ട് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞു. നമുക്കറിയാം റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയും, കാരണം റിയാക്ടന്റ് കൺസ്യൂം ചെയ്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? R2 വിൽ ബി ലെസ് ദാൻ R1 ആയിരിക്കും. ഇഫ് T2 ഈസ് ഗ്രേറ്റർ ദാൻ T1, T2 എന്ന് പറയുന്ന സമയം T1നേക്കാൾ കൂടുതലാണെങ്കിൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായി R2 വിൽ ബി ലെസ് ദാൻ R1. സോ അങ്ങനെയാണെങ്കിൽ T1 എന്ന് പറയുന്ന ടൈമിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ P1 ആണെങ്കിൽ വീണ്ടും പ്രൊഡക്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ T2 ടൈമിൽ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ P2 ആണെങ്കിൽ T2 എന്ന് പറയുന്നത് T1നേക്കാൾ വലുതാണ് എങ്കിൽ P2 എന്ന് പറയുന്നത് P1നേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. റൈറ്റ്, ഫൈൻ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇഫ് യു ആർ റൈറ്റിംഗ് ദ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനകത്തുണ്ടായ ചേഞ്ച്, വാട്ട് ഈസ് ദാറ്റ്? It is going to be R2 minus R1. Correct? R2 minus R1. നമുക്കറിയാം R1 എന്ന് പറയുന്നത് R2നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പൊ ഈ വാല്യൂ എന്താകും? നെഗറ്റീവ് ആകും. ഇതിനെ പോസിറ്റീവ് ആക്കാനായി we can take negative of R2 minus R1. So the change in concentration of reactant, നമുക്ക് അതിനെ എന്ത് വെച്ച് എക്സ്പ്രസ് ചെയ്യാം? ഡെൽറ്റ R. Change can be expressed mathematically by using the sign called delta. Delta R is equal to minus of R2 minus R1. The same way, if you are writing change of concentration of product, product in the concentration athondai change. That means what? Delta P, that is equal to P2 minus P1. P2 എന്ന് പറയുന്നത് P1നേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? P2 minus P1 അല്ലെ ഡെൽറ്റ P will be positive.
ഇത് ഏത് ടൈമിലാണ് സംഭവിച്ചിരിക്കുന്നത്? ടൈം ചേഞ്ച് ഫ്രം T1 to T2. So what we can take? The change of time change will be equal to T2 minus T1. Clear? Time change will be equal to T2 minus T1. So there are two words. One is called change. Another word is called rate of change. Another word is called rate of change. കോൺസെൻട്രേഷൻ അകത്തുണ്ടാവുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2 മോൾ ഓഫ് ഒരു റിയാക്ടന്റ് ഉണ്ടായിരുന്നു, അത് 1 മോളായിട്ട് കുറഞ്ഞു. ആ ഒരു അതാണ് നമ്മൾ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൈമിൽ ഉണ്ടായ ചേഞ്ച് എന്താണ്, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 1 അവർ ടൈം കൊണ്ട് 2 അവർ ടൈം കൊണ്ട് 2 കിലോഗ്രാം ഉണ്ടായിരുന്ന സാമ്പിൾ 1 കിലോഗ്രാമായി കുറഞ്ഞെങ്കിൽ ചേഞ്ച് വിൽ ബി ചേഞ്ച് ഈസ് ഈക്വൽ ടു 1. ചേഞ്ച് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് 1/2. കാരണം 2 മണിക്കൂർ കൊണ്ട് 1 കിലോഗ്രാം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിലെ ചേഞ്ച് 1/2. അതാണ് ചേഞ്ചും റേറ്റ് ഓഫ് ചേഞ്ചുമായിട്ടുള്ള വ്യത്യാസം. ക്ലിയർ? സോ നമുക്കറിയാം, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയും, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെയാണ് എങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ റേറ്റ് ഓഫ് disappearance of reactant. Why? Rate of disappearance of reactant. കാരണം റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുവാണ്. The rate of disappearance of reactant, R cross T means reactant, will be equal to decrease in concentration of reactant, decrease in concentration of reactant divided by time taken. എത്രത്തോളം ടൈം എടുത്തിട്ടുണ്ടോ ആ ടൈം കൊണ്ടാണ് അത്രയും ഒരു ചേഞ്ച് സംഭവിച്ചത്, ഡിവൈഡഡ് ബൈ ടൈം ടേക്കൻ. ഇൻ ദ സെയിം വേ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന റേറ്റ് എങ്ങനെയാണ്? റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൻ. Increase in concentration of product divided by time taken. Fine. So നമുക്ക് എന്താണ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് റിയാക്ടന്റും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് പ്രൊഡക്റ്റും എഴുതാനായിട്ട് പറ്റും. സോ നമ്മൾ ഇതൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്നത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എടുക്കുന്നു. വി ആർ ടേക്കിംഗ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം. യൂഷ്വലി റിയാക്ടന്റ് കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ R വെച്ചിട്ടാണ്. R മീൻസ് റിയാക്ടന്റ്. കോൺസെൻട്രേഷൻ കാണിക്കണമെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റുകളാണ് കൊടുക്കുക. അതുകൊണ്ട് ദിസ് മീൻസ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. നമ്മൾ പറഞ്ഞു റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ടൈം നടക്കുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ യു വിൽ ബി ഗെറ്റിംഗ് ആൻ എക്സ്പൊണൻഷ്യൽ ഡിക്കേ. ദാറ്റ് മീൻസ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയും. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാം, എന്തുകൊണ്ടാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയത്? അതിന് കാരണം ഇനിഷ്യൽ ടൈമിൽ എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് റിയാക്ടന്റുകളുണ്ട്, അല്ലെങ്കിൽ ഹ്യൂജ് നമ്പർ ഓഫ് റിയാക്ടന്റ് ഉണ്ട്. ഒരു റിയാക്ഷൻ നടക്കുന്നത് ആസ് എ റിസൾട്ട് ഓഫ് കൊളീഷൻ ബിറ്റ്വീൻ റിയാക്ടന്റ് മോളിക്യൂളുകൾ. റിയാക്ടന്റ് മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്താണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പം എന്ത് സംഭവിക്കും? ഇനിഷ്യൽ സ്റ്റേജിൽ കൂടുതൽ റിയാക്ടന്റ് ഉള്ളത് കൊണ്ട് കൂടുതൽ കൊളീഷൻ നടക്കും. അപ്പൊ പെട്ടെന്ന് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കുറയും. അതുകൊണ്ടാണ് അത് എന്ത് കാണിക്കുന്നത്? ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഷോയിങ് ആൻ എക്സ്പൊണൻഷ്യൽ ഡിക്കേ റാദർ ദാൻ എ ലീനിയർ ഡിക്കേ. എക്സ്പൊണൻഷ്യൽ ഡിക്കേ കാണിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാനെ? ഒരു ലീനിയർ ഡിക്കേ കിട്ടിയത്. ഫൈൻ. നേരെ തിരിച്ച് നമ്മൾ പ്രൊഡക്റ്റിന്റെ ഫോർ എക്സാമ്പിൾ ഇതെന്താ? അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ്, ദിസ് പോയിന്റ് ഈസ് കോൾഡ് വേർ ടൈം ഈസ് ഈക്വൽ ടു 0. If time is equal to 0, we are expressing the reactant concentration. That is called the starting reactant concentration or initial reactant concentration, that is expressed by R0. This is called the initial concentration of reactant. That is called the initial concentration of reactant. Fine. ഇനി നമ്മൾ 2 ടൈം ബാറുകൾ നോക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ യു ആർ ടേക്കിംഗ് എ ടൈം ഹിയർ ആൻഡ് അനദർ ടൈം ഹിയർ. സോ ലെറ്റ് ബി T1, ലെറ്റ് ബി T2. T1 എന്ന് പറയുന്നത് ഇതിൽ നേരെ മുകളിലേക്ക് ലൈൻ വരച്ചാൽ എവിടെയാണോ ഗ്രാഫ് മീറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് y ആക്സിസിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ അറ്റ് ടൈം T1, ലെറ്റ് ബി R1.
സോ ഇതുപോലെ തന്നെ T2 മുകളിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ you will be getting R2. That means R2 is the concentration of reactant at a time T2. R1 is the concentration of reactant at a time T1. Correct? So if you are taking, or if you want to find out average rate, average rate means whole reaction le ഒരു particular part എടുത്ത് കഴിയുമ്പോൾ അവിടെ എന്തായിരിക്കും റേറ്റ് ഒരു രണ്ട് ടൈം ഗ്യാപ്പ് എടുത്താൽ നമ്മൾ ഡിഫറൻസ് കാണും. ഫോർ എക്സാമ്പിൾ സിമിലർ ടു ദാറ്റ് ഓഫ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്തുവാണ്? ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഇൻ ദ സെയിം വേ what we can say, the change in concentration of reactant, that is minus delta R divided by delta T. So change in concentration എങ്ങനെയാണ്? Negative of the concentration of R2 minus the concentration of R1 divided by time change എന്ന് പറയുന്നത് T2 minus T1. അപ്പോൾ ഇവിടെ എന്താണ്? ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഈ റിയാക്ഷന്റെ റേറ്റ് എത്രയാണ്? അത് നമുക്ക് എന്താ കിട്ടുന്ന? ഒരു ആവറേജ് റേറ്റ് ആണ് കിട്ടുക. ഫൈൻ, അണ്ടർസ്റ്റുഡ്. ഇനി നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്കിപ്പോൾ വേണ്ടത് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ റേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പർട്ടിക്കുലർ പോയിന്റിലെ റേറ്റ് കണ്ടുപിടിക്കാൻ ആ പോയിന്റ് എടുക്കുക, ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് മീൻസ് വാട്ട്? ഏതെങ്കിലും ഒരു കർവിൽ ആ ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഒരു ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താക്കാം? ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാം. ഓക്കെ, ട്രയാങ്കിൾ ആക്കി മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ടൈമിനകത്തുണ്ടായ ഡിഫറൻസ് ആണ്. പക്ഷെ അതൊരു വളരെ ചെറിയ ടൈമാണ്. ഡിഫറൻസിയേഷൻ അനുസരിച്ച് ദ സ്മോൾ ടൈം ചേഞ്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ യൂസിങ് dt. ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് കോൺസെൻട്രേഷനകത്തുണ്ടായ ചേഞ്ച്. സോ ഇറ്റ് ക്യാൻ ബി ഡിവൈഡ് ബൈ dr. സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ റേറ്റ്, ദാറ്റ് മീൻസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ദാറ്റ് ഈസ് r instant ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് dr divided by dt. അതെന്താണ്? ബേസിക്കലി നമ്മൾ എടുത്തത് dr divided by dt. dr by dt എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ലൈനെ സംബന്ധിച്ചിടത്തോളം ഇത് y2 മൈനസ് y1 ആണ്, ഇത് x2 മൈനസ് x1 ആണ്. വാട്ട് ഈസ് ദാറ്റ്? സ്ലോപ്പ്. വൈ? സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ നോക്കിയേ, dr എന്ന് പറയുന്നത് എന്തുവാ? y2 മൈനസ് y1. dt എന്ന് പറയുന്നത് എന്തുവാ? x2 മൈനസ് t2 മൈനസ് t1 അല്ലെങ്കിൽ x2 മൈനസ് x1. So this is nothing but equal to negative of slope. അപ്പോൾ നമ്മൾ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിലെ സ്ലോപ്പ് ആയിരിക്കും. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് പോയിന്റിൽ ഈ റിയാക്ഷൻ റേറ്റ് എന്താണ്? അതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. നമ്മൾ രണ്ട് ഡിഫറെന്റ് പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു. ആ ഒരു റേഞ്ച് ഓഫ് ടൈമിൽ റിയാക്ഷൻ റേറ്റ് എന്താണ്? അതാണ് ആവറേജ് റേറ്റ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും തമ്മിൽ മാറിപ്പോകുന്നത്. നേരെ തിരിച്ച് നമ്മളിപ്പം റിയാക്ടന്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം വരച്ചു. അതുപോലെ നമുക്ക് എന്ത് വരയ്ക്കാം? പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈമും വരയ്ക്കാം. or concentration of product versus time taken. ഇവിടെ എന്താണ്? ടൈം ഈക്വൽ ടു 0 ആണ്. ടൈം 0യിൽ റിയാക്ഷൻ നടന്നിട്ടില്ല. അപ്പൊ എന്ത് പറയാനായിട്ട് പറ്റും? ദ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ വിൽ ബി 0. ഇഫ് ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യൽ ആയിട്ടാണെങ്കിൽ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ വിൽ ബി ഇൻക്രീസസ് എക്സ്പൊണൻഷ്യലി. പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ വിൽ ബി ഇൻക്രീസസ് എക്സ്പൊണൻഷ്യലി. സോ ഇങ്ങനെ ഒരു എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ആയിരിക്കും സംഭവിക്കുക. അപ്പൊ നമ്മളിപ്പോൾ രണ്ട് ടൈം ഇന്റർവെൽ കണ്ടുപിടിക്കുന്നു. ഫോർ എക്സാമ്പിൾ ലെറ്റ് ഇറ്റ് ബി t1, another time interval t2. t1ലുള്ള പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് p1 ആയിരിക്കും. t2ലുള്ള പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് p2 ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു റീജിയണിലെ ആവറേജ് റേറ്റ് will be equal to delta p divided by delta t. What is that? Change in concentration of product divided by change in time. That is equal to p2 minus p1 divided by t2 minus t1. p2 minus p1 divided by t2 minus t1. ഇതെന്ന് പറയുന്നത് ഈ റേഞ്ച് ഓഫ് ടൈമിൽ t1 to t2 എന്ന് പറയുന്ന റേഞ്ച് ഓഫ് ടൈമിലെ ആവറേജ് റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ല, ആവറേജ് റേറ്റ്. നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുവാണെങ്കിൽ, ടാൻജന്റ് ഈസ് നത്തിങ് ബട്ട്
ആ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ടാൻജന്റ് വരയ്ക്കുന്നു. ടാൻജന്റ് വരച്ചതിന് ശേഷം if you are trying to find out the slope of that particular point, so we need, this is will be what? Change in the product concentration. Let it be dp. This is change in time taken, dt. For e instant, that means instantaneous rate. Instantaneous rate will be equal to dp divided by dt. What is that? അതെന്ന് പറയുന്നത് y2 minus y1 by x2 minus x1 ആണ്. അപ്പോൾ ആ കർവിന്റെ സ്ലോപ്പ് തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് വേഴ്സസ് ടൈം ടേക്കൻ പ്ലോട്ട് ചെയ്ത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വരയ്ക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ് ആയിരിക്കും. സോ ദർ ക്യാൻ ബി വൺ മാർക്ക് ക്വസ്റ്റ്യൻ. ദ സ്ലോപ്പ് ഓഫ് എ കർവ് when concentration of the product versus time is plotted, what would be the slope of that particular curve at a point? That will be giving you instantaneous rate of that particular reaction at that particular point. Explanation clear ആണെന്ന് വിശ്വസിക്കുന്നു. ഫൈൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഒന്നെങ്കിൽ മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. രണ്ടിടത്ത് കോൺസെൻട്രേഷൻ ചേഞ്ച്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ? Unit of concentration is molarity m, or it is moles per liter. Why what is molarity? Molarity is number of moles of solute divided by volume of solution liter. Volume in a unit liter, number of moles in a unit mole. But concentration unit in the moles per liter. Then time in the unit in the second. So upper rate of a reaction in the unit in the mole per liter per second. Moles per liter per second. Moles per liter per second is called the unit of a rate of a reaction. The unit of the rate of a reaction. Okay. The unit of a rate of a reaction is given by like this. Fine. So നമ്മൾ ഈ റിയാക്ഷനിൽ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്, എങ്ങനെയാണ് റിയാക്ടന്റ് കോൺസെൻട്രേഷനും പ്രൊഡക്റ്റ് കോൺസെൻട്രേഷനും ഒരു റിയാക്ഷനിൽ സംഭവിക്കുന്നത്, ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ജനറൽ ആയിട്ട് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് പ്രൊഡക്റ്റോ, റിയാക്ടന്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈമോ, പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈമോ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാവും വരുന്നത് കണ്ടു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ വേരിയസ് ടോപ്പിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട് വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. മാത്സിന്റെ ഡിഫറെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ് ക്ലാസ്, ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആ ലിങ്ക് കൂടി, ആ പ്ലേലിസ്റ്റ് കൂടി വീഡിയോയുടെ അവസാനം കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കൂടി ചോദിക്കാം. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, colleagues, everyone. Keep watching, keep learning. Thanks for watching. Bye.